Hi friends, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് പോർക്ക് കൊണ്ടൊരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഡിഷിൻ്റെ പേര് പോർക്ക് ഉലർത്തിയതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. പിന്നെ വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ തുടർന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് വരാം. പോർക്ക് ഉലത്തിയത് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ 1.5 കിലോ പോർക്കാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാറുണ്ട്. ഓരോന്നായിട്ട് പറയാം. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 കിലോ പോർക്കിന് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യണം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിന്ന് വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് പ്രഷർ കുക്കറിൽ വെച്ച് കൊടുക്കണം. ഒരു 3/4 വേവാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഒരു 6 വിസിൽ കേൾക്കുന്നവരെ നമുക്കിത് പ്രഷർ കുക്കറിൽ വെച്ചിരിക്കാം. അതിനുശേഷം എടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമുക്കപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രഷർ കുക്കറിൽ വെച്ച് കൊടുക്കാം. നന്നായിട്ട് പോർക്ക് വെന്തിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം വെള്ളം വറ്റുന്നവരെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. മൊത്തം വറ്റണ്ട, കുറച്ച് വറ്റിയാൽ മതി. നന്നായി തിളയ്ക്കുന്നുണ്ട്. കുറച്ചും കൂടെ തിളച്ച ശേഷം നമുക്ക് ഈ പോർക്ക് സെപ്പറേറ്റ്, വെള്ളം സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കാം. ഇത്രയും തിളച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് പോർക്ക് സെപ്പറേറ്റ്, വെള്ളം സെപ്പറേറ്റ് ആക്കാം. പോർക്ക് സെപ്പറേറ്റ്, വെള്ളം സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മെയിനായിട്ട് പോർക്ക് ഉലർത്താൻ പോണത്. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 വലിയ സവാളയും ഒരു 4 കൊച്ചുള്ളിയും ചെറുതായിട്ട് അരച്ച് വെച്ചേക്കുകയാണ്. അത് ഈ എണ്ണയിലേക്ക് ഇട്ട് വഴറ്റി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റി കൊടുത്താൽ മതി. ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്താൽ മതി. നമ്മൾ പോർക്കിലും ചെറുതായിട്ട് ഉപ്പിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. ബ്രൗൺ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വാടുന്ന വരെ ഇല്ലേ, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ജസ്റ്റ് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പച്ചമുളക് 2 അരിഞ്ഞത് ഇടുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പില ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം.
കുരുമുളക് ഇട്ട് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി സാധനം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇതിൻ്റെ മുകളിലിടുന്നു. 1/4 സ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഇതിൻ്റെ മുകളിലിടുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ല മണം വരുന്നു. ഗരം മസാല ഇട്ടപ്പോൾ തന്നെ ഒരു അടിപൊളി അരോമ വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കഴിക്കാൻ പൊളി സാധനം എന്നൊക്കെ പറയുന്ന പോലെ അടിപൊളിയാണ്. നിങ്ങളൊക്കെ ഇത് ഉണ്ടാക്കി നോക്കണം. ജസ്റ്റ് നന്നായിട്ട് വെള്ളം വറ്റി വരുന്നുണ്ട്. ഫ്രൈ കൊടുത്തുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, എണ്ണ വേണ്ട ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ മതി. അല്ല, ഇതിന്ന് ഫാറ്റ് ഇറങ്ങുന്നതാണ് ആക്ച്വലി. ഏകദേശം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് വീണ്ടും വറ്റി കൊടുക്കണം. ഏകദേശം നമ്മുടെ ബീഫ് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. അടിപൊളി മണം കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. നമുക്കിനി ഇത് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ നോക്കണം. നല്ലൊരു റെസിപ്പിയാണ്. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ഗുഡ് ബൈ ഫ്രം ജിതിൻ. ബൈ ബൈ.